വാട്ട് ഈസ് കുടുംബം? എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇത്രയും കള്ളത്തരം പറയുന്ന കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഏത് കുടുംബത്തിലാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത്? നിങ്ങളെ ബാപ്പയും ഉമ്മയും കാണുമ്പോൾ അവയുടെ കണ്ണ ഒരു ചോറുരുള അങ്ങോട്ട് ഒരു ഉരുള ഇങ്ങോട്ട്, വീട്ടിന്റെ മാവിന്റെ ചോട്ടിൽ ഇങ്ങനെ കൊക്കൂരുണ്ണി നിൽക്കുന്നത് പോലെ കൊണ്ടിക്കൊള്ളുന്ന ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നത് നമ്മുടെ സങ്കല്പമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള വീട്ടിലെ കുട്ടി എന്തിനാ അച്ഛനെ മറ്റൊരു ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പെട്ടു എന്ന് തോന്നുമ്പോൾ ഇവന് സഹിക്കാൻ കഴിയില്ല, ഒന്നളി. അത് തന്നെയല്ലേ 17 വയസ്സുകാരന് ആ ചളിയിൽ മറ്റൊരാൾ പൂഴ്ത്തിയത് എന്തിനാ? ഈ 5 ആളുടെ എതിരായിട്ട് 6ാമത്തെ ഒരാൾ ഇത്രയും ചങ്ക് ബ്രോസ് പറഞ്ഞപ്പോ അവനെ വെട്ടിമാറ്റി ചവിട്ടി താഴ്ത്തി. ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ മറ്റൊരു രാസലഹരിയുടെ ഭീകരത, 4 വയസ്സുള്ള ആര്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ പോയി പറഞ്ഞു, ചിരിക്കും മോളെ ചിരിക്ക്. ചിരിയെ ഇഷ്ടപ്പെടുന്ന അച്ഛൻ ഈ 4 വയസ്സുകാരനോട് കൈമുട്ടി ചിരിക്കാൻ പറഞ്ഞപ്പോ 4 വയസ്സുകാരി ചിരിച്ചില്ല. എന്താ അച്ഛൻ ചെയ്തതെന്നറിയോ? അപ്പുറത്തെ കൊല്ലന്റെ ആലയിൽ പോയി ഒരു മഴ ഉണ്ടാക്കി കൊണ്ടുവന്ന് അമ്മയുടെ ചുമലിൽ കിടക്കുന്ന ഈ 4 വയസ്സുകാരുടെ തല അറിഞ്ചം മുറിഞ്ചം കുത്തിക്കഴിഞ്ഞു. 4 വയസ്സുള്ള സ്വന്തം ശരീരത്തിൽ പിറന്ന ഒരു കുട്ടിയെ അങ്ങനെ തലച്ചോറ് ചിതറിച്ചിട്ട് കൊല്ലാൻ ഒരു അച്ഛന് കഴിയുമോ? കഴിയും. രാസലഹരി ഉപയോഗിച്ചാൽ കഴിയും. ഞാൻ എൻ്റെ ഏറ്റവും വലിയ വേർഷൻ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ കണ്ടതാണ്. പ്രണയകൊലപാതകത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരും നാട്ടുകാരും കുട്ടികളും എല്ലാവരും ഉള്ള സദസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് പെട്ടെന്ന് പോലീസുകാരിൽ എണീറ്റങ്ങ് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാനും പോലീസല്ലേ, ഞാനും പുറകെ ഓടി. അവർ അള്ളായി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങേണ്ടുന്ന ബെഡ്റൂമിൽ 22 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി കഴുത്തറത്ത് തലയാണെൻ്റെ മേലെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ദേഷ്യം കൊണ്ട് അങ്ങനെ തല അറുത്ത കുട്ടീനില്ലേ, അങ്ങനെ ദേഷ്യം തീരാതെ വലത്തെ കൈപ്പത്തി വെട്ടിമാറ്റി നെഞ്ചത്ത് വെച്ചിരിക്കുന്നു. ആ വീട്ടിൽ നിന്ന് അത് കാണണ്ടായിരുന്നു എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആ വീട്ടിലുള്ള നാട്ടുകാർ പറഞ്ഞത് എന്താ അറിയോ? ഇവർ തമ്മിൽ 8 കൊല്ലമായി പ്രണയത്തിലായിരുന്നു എന്ന്. അങ്ങനെ 8 കൊല്ലമായി പ്രണയത്തിലായ ഒരാളെ കൊല്ലാൻ പറ്റുമോ? പറ്റും. രാസലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ. അപ്പൊ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ചങ്ങായി 2-3 പ്രാവശ്യം ഇവളെ വിളിച്ചപ്പോ ഫോൺ എൻഗേജ്ഡ് സൗണ്ട് ആയതുകൊണ്ട് തിരിച്ചു വന്ന് വീട്ടിലേക്ക് വന്ന് എത്തി നോക്കുമ്പോൾ ഇവള് വേറെ ഏതോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട പ്രതിഷേധത്തിനാണ് ആ ചങ്ങാതിയെ കൊന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വീട്ടിൽ നമ്മൾ 1.5 വയസ്സുള്ള ചെക്കൻ തിരുവനന്തപുരത്ത് അച്ഛൻ എന്താ ചെയ്തത്? 2 കൈയും പിടിച്ച് തിരിച്ചു ഒടിച്ചു കളഞ്ഞു. 3 ആഴ്ച ഡോക്ടറെ കാണിക്കാതെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ആ 1.5 വയസ്സുകാരൻ നടന്നു എന്നാ പറയുന്നത്. അങ്ങനെ നടക്കാൻ പറ്റുമോ? അവസാനം ആ കുട്ടി മരിച്ചപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ച, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ജനനേന്ദ്രിയമാണ്. ആ ജനനേന്ദ്രിയത്തിൽ ഈ അച്ഛൻ 32 മുറിവുകളാണ്. മത്തി വാർന്നതുപോലെ അവന്റെ ജനനേന്ദ്രിയം മുറിച്ചു വെച്ചിരിക്കുന്നത്. പോലീസ് ഇൻക്വസ്റ്റിൽ 94 മുറിവുകൾ നമ്മൾ എണ്ണിയെടുത്തത്. ഏതെങ്കിലും ഒരു അച്ഛൻ 1.5 വയസ്സുള്ള കുട്ടി അങ്ങനെ കൊല്ലാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെങ്കിൽ 15 വയസ്സുകാരൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ തരാത്തതിന് ഒരു അച്ഛനെ കൊല്ലാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഏറ്റവും ഈ അഫാന്റെ മരണത്തിന് ശേഷം എത്ര രക്ഷാകർത്താക്കളാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്? എൻ്റെ മകൻ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് എലത്തൂരുള്ള ഒരു അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞില്ലേ, പോലീസെ എൻ്റെ ജീവൻ രക്ഷിക്കണം, ഈ ചങ്ങാതിയെ, എൻ്റെ 28 വയസ്സുള്ള മഹാനായ എഞ്ചിനീയറെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടോ ജയിലിൽ കൊണ്ടുപോയിട്ടോ എന്നെ രക്ഷിക്കണം. ആ അമ്മയ്ക്ക് എഞ്ചിനീയർ ആയതുകൊണ്ട് ഇവനിങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ടേ ഇല്ല. പക്ഷെ അവൻ പൈസക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ, കഞ്ചാവ് കേസ് പെട്ടപ്പോഴൊക്കെ ഇവന്റെ അമ്മ ഇവന് പൈസ കൊടുത്ത് കേസ് ഇറക്കി കൊണ്ടുവന്നപ്പോഴും അമ്മ വിചാരിച്ചില്ല ഇവൻ ഇങ്ങനൊരു ഭീകരനായ രക്ഷസിനെ പോലുള്ളൊരു ചങ്ങാതിയെ തിന്നുന്നുണ്ട്. അവസാനം ഒരു ദിവസം പൈസ കൊടുക്കാതായപ്പോ കൊടുവാളെടുത്ത് നിൽക്കുമ്പോഴാണ് അഫാൻ എന്ന് പറയുന്ന ചെക്കന്റെ പത്രങ്ങളിലൂടെ വന്ന വാർത്ത കണ്ടിട്ട് അമ്മ പറഞ്ഞത്, എൻ്റെ മോനും അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു രക്ഷാകർത്താക്കൾക്കും ഈ ഒരു ഗതികേട് ഉണ്ടാവരുത്. അത് മക്കളെ പോറ്റാത്ത കേടല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങളെന്താ ഒന്നും ചോദിക്കാത്ത? ഈ 6 വയസ്സിലെയും 5 വയസ്സിലെയും കുട്ടീനെ എന്തിനാണ് ഇങ്ങനെ ഇത് വെറുതെ കൊടുത്ത് ശീലിപ്പിക്കുന്നത്? നിങ്ങൾ എന്താ ചോദിക്കാത്തത്? ഇതിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇതൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ചുണ്ടിൽ പെട്ടാൽ 48 മണിക്കൂറിന്റെ ഹാങ് ഓവർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ സാർ.
48ാമത്തെ മണിക്കൂറിൽ അതേ അളവിൽ ഈ സാധനം ചുണ്ടിൽ പെട്ടാൽ പ്രശ്നമില്ല. 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും ഇത് ചുണ്ടിൽ വന്നില്ല എങ്കിൽ വിഡ്രോവൽ സിൻഡ്രത്തിന്റെ ഭാഗമായി ഇവൻ വയലന്റ് ആവും. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് കിട്ടിയേ പറ്റൂ. കിട്ടിയില്ല എങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ എന്റെ ഭവിഷ്യത്ത്? അതേസമയം കിട്ടിയാൽ ഒരു ലക്ഷണവും കാണിക്കില്ല, വളരെ ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി, റൊണാൾഡോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ മക്കളെ നല്ലോണം നിരീക്ഷിക്കണം. ഇപ്പൊ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. മാഡം, എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നി എന്ന് വിചാരിച്ചോ, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഐ ലവ് യു എന്നൊന്നും ഞാൻ എഴുതണ്ട, അടിക്കുകയും വേണ്ട. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുട്ടായ്മയിൽ ഒരു നുള്ളിത് പുരട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് തരും ഞാൻ. ബാക്കി എന്ത് സംഭവിക്കുന്നു പറ സാർ? 48ാമത്തെ മണിക്കൂർ വരെ നിങ്ങളിങ്ങനെ പറക്കും. 48ാമത്തെ മണിക്കൂറിൽ ഇത് വേണം, ഇങ്ങനെ ഭയങ്കര ഭീകരത വരും, എന്തൊക്കെയോ ചെയ്തു കൂട്ടും. പക്ഷെ ഇത് കിട്ടാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. നിങ്ങൾ എന്തായാലും ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകം വീട്ടിൽ നടക്കും. എത്രാമത്തെ മണിക്കൂറിൽ? 48 hours. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടും മാഡം? നിങ്ങൾക്ക് എൻ്റെ വീടറിയോ? എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഉണ്ടാവും നിങ്ങൾ. അതാണ് ഇതിൻ്റെ ശക്തി. പറഞ്ഞ മനസ്സിലായോ? പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് എങ്ങനെയാ? നമ്മൾ കാണാത്ത വിചാരിക്കാത്ത പെൺകുട്ടിയും വിചാരിക്കാത്ത ആൺകുട്ടിയും എങ്ങനെയാ പറക്കുന്നത്? ഇത് കൊടുക്കാൻ എളുപ്പമാണ്. ഇതിന് ജാതിയില്ല, മതമില്ല. ഇതിന് മനുഷ്യൻ എന്ന് പറയുന്ന തലച്ചോറ്. 48ാമത്തെ മണിക്കൂറിൽ തലച്ചോറ് റീസെറ്റ് ആവുന്ന ഭീകരന്റെ പേരാണ് രാസലഹരി. ഇതിനെതിരെ ഗവൺമെന്റ് പോരാട്ടത്തിന് ഇറങ്ങിയില്ല എങ്കിൽ, നിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങിയില്ല എങ്കിൽ പിന്നെ ആരാണ് ഇറങ്ങുക? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊക്കെ ഇന്നും ഇങ്ങനെ ഒരു സംഗതിയെ കുറിച്ച്. അതുകൊണ്ട് ആൺകുട്ടികൾ, ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ശ്രദ്ധിച്ച കുട്ടികളെ ആര് തരുന്ന മുട്ടായിയും ആര് തരുന്ന ഭക്ഷണവും ആര് തരുന്ന ലിഫ്റ്റൊന്നും വാങ്ങിച്ചു വെക്കരുത് നിങ്ങൾ. ഒരു ഭീകരൻ. അപ്പൊ എല്ലാവരും പറയും A+ ഇല്ലേ കുട്ടി. പല രക്ഷാകർത്താക്കളും പറയും A+ ഇല്ലേ കുട്ടിക്ക്, എൻ്റെ കുട്ടിക്ക് ബുദ്ധിയില്ലേ, തിരിച്ചറിവില്ലേ എന്നൊക്കെ ചെയ്യും. പക്ഷെ ഇതൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറയാനും പറ്റില്ല കേട്ടോ. ഒരു നാട്ടിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ വരണം, ആ ഒരു വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ബിരിയാണി ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. നോക്കുമ്പോൾ ആ വീട് ആ നാട്ടിലുള്ള 10ാം ക്ലാസ്സിൽ ഏറ്റവും മിടുമിടുക്കനായി ജയിച്ചു വന്നൊരു കുട്ടിയുടെ വീടായിരുന്നു. +2-ന് 1200-ൽ 10 മാർക്ക് മാത്രമേ അവന് കുറവുള്ളായിരുന്നു. നല്ലൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. അവന്റെ ഫ്ലക്സ് ബോർഡ് ആ നാട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അവന്റെ വീട്ടിലേക്ക് നമ്മൾ ഞാൻ എന്നെയും കൂടെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ആ കുട്ടി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. 17-18 വയസ്സുള്ള ഒരു ചെക്കൻ. അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവന്റെ അമ്മ ഭയങ്കര നേതാവാട്ടോ, ജില്ലാ നേതാവൊക്കെയാണ്. അതുകൊണ്ട് തിരിച്ചറിവില്ലാത്ത മനുഷ്യ കുടുംബമൊന്നുമല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല തിരിച്ചറിവുണ്ട്. അവസാനം എന്ത് സംഭവിച്ചെന്നറിയുള്ളൂ? ഇവരെ ബാംഗ്ലൂരിൽ കുറച്ചുകൂടി ഹയർ സ്റ്റഡി നടത്താൻ വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്ത്. 6ാമത്തെ മാസം അവൻ പറഞ്ഞു, അമ്മ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് അമ്മേനെയും കൂട്ടുകാരൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഒരുക്കി മേശപ്പുറത്ത് ഇങ്ങനെ കാത്തിരുന്നു. ഇവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാതെ അടുക്കളയിലേക്ക് പോയി ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന് പായസവും അവന് ഇഷ്ടമുള്ള ഭക്ഷണവുമായി കാത്തിരിക്കുന്ന അമ്മയെ അറിഞ്ചം മുറിഞ്ചം കുത്തിക്കൊന്നളിഞ്ഞു. ഏകദേശം ആ കൊലപാതകത്തിന്റെ ഒരു ഭീകരത നിങ്ങൾ ഫീൽ ചെയ്യണം. ഒരു 18 വയസ്സുകാരൻ പോറ്റിക്കൊണ്ട ഇങ്ങനെ അറിഞ്ഞ് ഒരു കുത്തും 2 കുത്തും എന്നല്ല, ഇങ്ങനെ വാർന്നു കളഞ്ഞു. ആ ചോര വാർന്ന അമ്മ അവിടെ മരിച്ച്. ഇവൻ ബാത്റൂമിൽ പോയി കുളിച്ച് അപ്പുറത്തുള്ള കൂട്ടുകാരനോട് പറഞ്ഞു ബൈക്കെടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് ഇവൻ ബൈക്കെടുത്ത് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. പോലീസുകാരൻ ചോദിച്ചു എന്തിനാടാ നീ കൊന്നതെന്ന് ചോദിച്ചപ്പോ ഒരു ലാഘവും ഇല്ലാതെ ഒരു കൂസലും ഇല്ലാതെ അവൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ മാത്രമല്ല മറ്റേ പണ്ടാരക്കാലിനെ നോക്കിയിട്ട് കിട്ടിയില്ല. ആരാ പണ്ടാരക്കാല്? അവൻ്റെ അച്ഛൻ. എവിടെ ഒളിച്ചു കഴിഞ്ഞു. 6 മാസം കൊണ്ട് ഒരു മനുഷ്യൻ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊല്ലാൻ വേണ്ടി നടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഭീകര സാധനം ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളു. അതുകൊണ്ട് എനിക്ക് പേടിയെന്നറിയോ, കേരളത്തിൽ ഈ 2 വർഷത്തിനിടയിൽ 39 പേരൻസ് ആണ് 21 വയസ്സിന് താഴെയുള്ള മക്കളാൽ കൊല ചെയ്യപ്പെട്ടത്. നിങ്ങൾക്ക് ഒരു പേടിയും ഞാൻ കാണുന്നില്ല സാർ, എനിക്ക് പേടിയാണ്. 40ാമതായി എൻ്റെ മകളുടെ കുത്തേറ്റ് മരിക്കുന്ന ഒരു അച്ഛനായി ഞാൻ മാറരുത് എന്ന എൻ്റെ പ്രാർത്ഥന. അതിന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ മക്കൾ ഈ ലോകത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ശക്തനായ ഒരു തൂഫാൻ വാരിയറായ അച്ഛനായി ഞാൻ മാറിയില്ല എങ്കിൽ
എൻ്റെ മക്കൾക്ക് A+ കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അവിടെ തിരിച്ചറിവുള്ള കുട്ടി, A+ അല്ല നമ്മളെ വിഷയം, തിരിച്ചറിവുള്ള ബോധമുള്ള കുട്ടി. അതിനെന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ട പാരൻസെ, കുട്ടികളെ, നിങ്ങൾ അച്ഛൻ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ നശിച്ചു. ഇതൊരു നാശം ഉറപ്പാണ്. അവിടെ ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഈ സാധനം ഇതേപോലെ നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പോരാട്ടം നടത്തിയിട്ടില്ല എങ്കിൽ ഈ നാട്ടിൽ ഒരു ജാതിയും മതവും ഉണ്ടാവില്ല. ഇവിടെ ഹിന്ദു ഉണ്ടാവില്ല, മുസ്ലിം ഉണ്ടാവില്ല, ക്രിസ്ത്യൻ ഉണ്ടാവില്ല, ജൂതനും ഉണ്ടാവില്ല. ഒരൊറ്റ മതം MDMA. CPM ഉണ്ടാവില്ല, കോൺഗ്രസ് ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല, മുസ്ലിം ലീഗൊന്നും ഉണ്ടാവില്ല. എല്ലാം രാസലഹരി, ഭ്രാന്തന്മാർ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അനർത്ഥമാക്കിക്കൊണ്ട് വരുന്നൊരു ഭീകര രാക്ഷസന്റെ ലോകത്തങ്ങൾ ഞാൻ ഇതിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾ എന്താ പറയുന്നത് അറിയോ? നിങ്ങൾക്ക് ഇതൊന്നും പേടിയില്ലാത്ത എന്താണെന്നറിയോ? കുട്ടികൾക്കൊന്നും ഇത് പേടിയില്ലാത്ത ഇത് ആരാ തരുന്നതെന്നറിയോ? ഇത് തരുന്നത് ഏറ്റവും ചങ്ക് ബ്രോസ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സാറും വളരെ ഫ്രണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ സുഹൃത്തിനായിരിക്കും. അതും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സംഗതി ഞാൻ പറയാറില്ല. ഇതും എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ നാട്ടിൽ നിന്നും പറയണ്ട, ഒരു സ്ഥലത്ത് 8ാം ക്ലാസ്സിലെ കുട്ടി, ഞാൻ പറഞ്ഞില്ല, അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ബോധം, അല്ലേ? ഈ അന്തം വിട്ടതിനോട് ഈ അവിടെയുള്ള ബ്യൂട്ടീഷ്യൻ ചോദിച്ച്, എനിക്ക് ബൈക്ക് പിടിക്കാൻ താല്പര്യമുണ്ടോടാ? ഉണ്ടല്ലോ. ആ ബാപ്പ കാലമാടെ 18 വയസ്സ് കഴിഞ്ഞാൽ ആ ബൈക്ക് തരൂന്നാ പറയുന്നത്. ഈ ബ്യൂട്ടീഷ്യൻ പറഞ്ഞ്, ഞാനുണ്ട്, ഇന്ന് ഞാൻ പഠിപ്പിക്കും. എന്താ ചെയ്തതെന്നറിയോ? പ്രവാസിയായ ബാപ്പ, പ്രവാസിയാണല്ലോ ബാപ്പമാർ, ഞങ്ങളുടെ നാട്ടിലധികം പ്രവാസിയാണ്. നീ ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു കയർമ കൂടി നീ താഴേക്ക് ഇറങ്ങി വരണം. ഒരു 9:30 ആകുമ്പോൾ ഞാൻ താഴെ കാത്തിരിക്കും, ഞാൻ ഇന്ന ബൈക്ക് പഠിപ്പിക്കും. കുട്ടി പോകുമ്പോ ഇല്ലയോ? അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ചിന്ത, ധൈര്യം ഉണ്ടാവും. അവന്റെ കാര്യം നടക്കാൻ വേണ്ടി ഓൻ കയറുമ്പോ കൂടി ഒരു 10 മണിയൊക്കെ ഇറങ്ങി വന്ന് ഈ ചങ്ങാതി ഇവനെ ബൈക്കിൽ കയറ്റിയിട്ട് നേരെ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് ഡ്രസ്സൊക്കെ കുറച്ചിട്ട് ഇവനൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത്, ഈ ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം മൊബൈൽ ഫോണിൽ ഇങ്ങനെ പകർത്തി. എന്നിട്ടൊരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു തരി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ബൈക്ക് പഠിച്ചോ. ഇവൻ ഉഷാറായിട്ട്, ഇനി രുചിയില്ല, മണമില്ല, ഒന്നുമില്ല. എക്ലേസ് മുട്ടായിയാണ് എക്ലേസ് മുട്ടായിന്റെ ടേസ്റ്റ് തന്നെയാ, മഞ്ചാണെ മഞ്ച്, പച്ചവെള്ളമാണെ പച്ചവെള്ളം, ജ്യൂസാണ് ജ്യൂസ്. ഇതിന് രുചിയും മണവും ഇല്ല, അതുകൊണ്ട് തിരിയിൽ ചെയ്തിട്ടാലേ. മനസ്സിലായില്ലേ സാർ? ഈ ചെക്കൻ കുടിച്ചു. ഒരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഒരു വ്യത്യാസവും ഇല്ല. അവൻ ഒരു 1.5 മണിക്കൂർ ബൈക്ക് പഠിപ്പിച്ച് ഇവനെ വീട്ടിലേക്ക് ഇട്ടു. ബാക്കി പറയുന്നത് 48ാമത്തെ മണിക്കൂറിൽ ഇത് തിന്നണമെന്ന് തോന്നും. ഓനെ പിറ്റേന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഓൻ അതേ കയറിലൂടെ താഴേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ഈ വീട്ടിലേക്ക് വന്നു. ആ ചേച്ചി പറഞ്ഞു, ഇന്ന് എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റൂല, നീ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ ഏറ്റവും അടുത്ത 2 ചങ്ക് ബ്രോസിനെ ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവൻ കൊണ്ടുവരുമോ ഇല്ലയോ? ഈ 2 ചങ്ക് ബ്രോസ് ആരായിരിക്കും? അവന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തായിരിക്കും. കൊണ്ടുവന്നല്ലോ. ഒരു മാസമാകുമ്പോഴേക്കും 42ഓളം കുട്ടികളാണ് ഇവിടെ ബൈക്ക് പഠിത്തമെന്ന വ്യാജേന ഇവിടത്തേക്ക് വന്നത്. മനസ്സിലായോ? അവസാനം എങ്ങനെയാ ഇത് പിടിച്ചത്? പോലീസ് എങ്ങനെ? ഇത് ആരും അറിയില്ലല്ലോ. ആരെങ്കിലും അറിയുന്നുണ്ടോ എങ്ങനെയാ പോലീസിന് പിടിച്ചതെന്നറിയോ? ഈ നമ്മള് ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലും മദ്രസ പഠനം നടത്തുന്ന ഒരു കുട്ടികളില്ലേ, നമ്മള് ദീനി ബോധമൊക്കെ ഭയങ്കരമായിട്ടുള്ള അവസാന ദിവസം അതിൽ 18 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടാ. ഈ 42ൽ 18 പെൺകുട്ടികളെ വെല്ലു കൂട്ടിക്കൊണ്ടുവന്നത്. ആ വീട്ടുകാർ ഈ കുട്ടി 10-15 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പാരന്റ്സ് അറിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്ത് പാരന്റ്സ് അത് ഈ ലോകത്ത്? എന്തായാലും അവസാനം എന്ത് സംഭവിച്ചു? ഈ ദീനി ബോധമുള്ള ചങ്ങായിനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഓനും കൊടുത്തത്. ഓൻ 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും വന്നപ്പോ ഓൻ ആ പെണ്ണിന്റെ കഷ്ടകാലത്തിന് ആ പെണ്ണിന്റെ നാവിൽ നിന്ന് പറഞ്ഞു, നിനക്ക് ഇനി ഇത് തരണമെങ്കിൽ നിന്റെ ഉമ്മയെ കൂട്ടിക്കൊണ്ടുവരണം. ഇനി ഓൻ ഉമ്മനെ കൂട്ടിക്കൊണ്ടുവരുമോ ഇല്ലയോ? നോർമലി നമ്മളെപ്പോലത്തെ പൊട്ടനാണെങ്കിൽ കൊണ്ടുവരും. പക്ഷെ ഇന്ന് വരെ ലഹരിയുടെ ഒരു തരി തൊടാത്ത തലച്ചോറിൽ നന്മ മാത്രമുള്ള ദീനി ബോധമുള്ള ചെക്കന് ഉമ്മയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ദൈവികമായിട്ട് എന്തോ ശക്തി കിട്ടിയത്. ആ ശക്തിയിൽ ഓടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ. പോലീസ് കേസ് എടുക്കുമ്പോൾ തന്നെ എന്താ സംഭവിച്ചതറിയോ? എൻ്റെ മോന്റെ പേര് പറയരുത്, കുടുംബം നശിച്ചു, ആരും അറിയരുത്. ലോകം ഇവിടെ നശിക്കാൻ നിൽക്കുമ്പോൾ നാട്ടുകാർ ഇങ്ങനൊരു സംഭവം ഈ നാട്ടിലുണ്ടെന്ന് അറിയണ്ടേ? അതിൽ ആരെ പേരും പറയാനില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ചർച്ച ചെയ്യണ്ടേ? അവസാനം നമുക്ക് കിട്ടിയ വിവരം എന്താ അറിയോ?
ഈ ചങ്ങാതി അവിടെ 160ഓളം മനുഷ്യന്മാരെ ഈ ട്രാപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് തിരിച്ചൊരു വരവുണ്ടോ? തിരിച്ചു വരവുണ്ടോ? ഇതിന് ശക്തമായി ഈ രാസലഹരി എന്താന്നുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളത് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ല, ഇപ്പം നമ്മളെ ഉള്ളേരിയിൽ നിന്ന് 2.5 കിലോ പിടിച്ചു, നടക്കാവിൽ നിന്ന് പിടിച്ചു, നമ്മളെ പെരിന്തൽമണ്ണയിൽ നിന്ന് പിടിച്ചു. ഇന്നലെ കോഴിക്കോട് നിന്ന് എന്താ പിടിച്ചത്? കോഴിക്കോട് നിന്ന് ഞാനും നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ധൈര്യം. പത്രം വായിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിപ്പോകും. 600 കിലോ കഞ്ചാവ് മുട്ടായി ആ വടകരയിൽ നിന്ന് കോഴിക്കോട് നിന്ന് പിടിച്ചത്. എന്തിനാ? ആർക്ക് കൊടുക്കാൻ? 8ാം ക്ലാസ്സിലെ ചെക്കന് കൊടുക്കാൻ. ഈ 600 കിലോ കഞ്ചാവ് കൊണ്ട് മുട്ടായി ഒരു സുപ്രഭാതത്തിൽ പിടിച്ചതാണ്. അവൻ എത്ര കിലോ വിറ്റിട്ടുണ്ടാവും? എത്ര കുട്ടികൾ ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടാവും? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നത് അവന്റെ A+ന്റെ അടിസ്ഥാനത്തിലല്ല. ഇത് മനസ്സിലാക്കാൻ 4-5 മാർഗ്ഗമുണ്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ട് വീട്ടിൽ, നിങ്ങൾ നാട്ടിലാണെന്ന് കേട്ടെ, നിങ്ങൾ ഇന്ത്യയിലും പിന്നെ നന്നായിക്കോളി, തൽക്കാലത്തേക്ക് സ്വന്തം വീട്ടിൽ ഈ സാധനം വരുന്നില്ല. നിങ്ങൾക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. അതിനൊരു ശാസ്ത്രീയമായ വശമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ സാറേ, നിങ്ങളെ മക്കളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ സാറ് വിശ്വസിക്കുമോ? 9ാം ക്ലാസ്സിലെ കുട്ടി നിങ്ങളെ മകൻ മറ്റൊരു മകനെ അടിച്ച് വാരിയിൽ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ പറയും ഇല്ല എന്നാ. സാറേ, നിങ്ങളെ കുട്ടി ആ കാട്ടിന്റെ കുറ്റിയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. ആ വിശ്വാസമാണ് കുട്ടിയുടെ ധൈര്യം. ആ വിശ്വാസം കേടുണ്ടാവണമെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മനുഷ്യനെ അടുത്തറിയണം. ഒറ്റ എക്സാമ്പിൾ അറിയാം. നിങ്ങൾക്കല്ല ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു സ്വഭാവമല്ല സാർ, ഒരു മനുഷ്യന് കുറേ സ്വഭാവമുണ്ട്. ഞാൻ ഒറ്റ എക്സാമ്പിൾ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലാണ്ട് നിങ്ങളെ ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. സാറേ, നിങ്ങൾ ഈ കസേലയിൽ ഇരിക്കുന്ന അതേ ഇരിപ്പ് തന്നെയാണോ വീട്ടിൽ അടുക്കളയിൽ ഇരിക്കുക? അല്ല. സാർ ഈ കസേലയിൽ ഇരിക്കുമ്പോൾ സാറിന് ഒരു സ്വഭാവമാണ്, വീട്ടിലിരിക്കുമ്പോൾ സാറിന് വേറെ സ്വഭാവം. അപ്പൊ സാറിന് എത്ര സ്വഭാവമുണ്ട്? 2 അല്ലേ? 2 അല്ല. ഇപ്പൊ അങ്ങനെ പറയുന്നില്ല, ഞാൻ എന്നെ തന്നെ പറയാം. ഈ മൈക്കൊക്കെ പുറകിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ തനിക്കോണായത് അല്ല. മൈക്കൊക്കെ പുറകിൽ എനിക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് വേറൊരു സ്വഭാവമാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഞാൻ വീട്ടിലുള്ള രംഗീഷ് കടവത്തല്ല ഈ മൈക്കൊക്കെ പുറകിലുള്ളത്. എന്നെ നിങ്ങൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളെന്നാ കാണണം കേട്ടാ. ബസ് സ്റ്റാൻഡിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിലില്ലേ, ഇത്രയും മാന്യനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ലാണ്. ഭാര്യ ഇല്ലാ തന്നെ കണ്ടിനോ? അവിടെ പെണ്ണുങ്ങളും കൂടി ഉണ്ടെങ്കിലേ ഞാനിങ്ങനെ CCTV പോലെ ഉണ്ടാകും. അപ്പം ബസ് സ്റ്റാൻഡിൽ ഭാര്യ ഉള്ളപ്പോൾ എനിക്കൊരു സ്വഭാവമാണ്, ഭാര്യ ഇല്ലാത്തപ്പോൾ അല്ല. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങളെന്താ ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്നത് അന്തം വിട്ട പോലെ? ഒന്നുകിൽ എന്നെ പോലെ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കളവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് എത്ര സ്വഭാവമുണ്ട്? 4 സ്വഭാവം അല്ലേ? കഴിഞ്ഞു. എനിക്ക് 4 സ്വഭാവമേ ഉള്ളൂ. അല്ല, എൻ്റെ തനിക്കോണം കണ്ടി നിങ്ങൾ എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരി. ആദ്യം എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണാം. ഞാൻ എന്താ ആടെ അങ്ങനെ ആയിപ്പോയത്? ആടെ നന്മയുള്ള ഒരു മനുഷ്യരൊന്നും വരൂലല്ലോ. അവിടെയുള്ള ഭീകരനായ ഒരു പ്രതിയോട് പ്രഭോ അങ്ങ് ആഗതനായാലും ചായ കുടിക്കുന്നോ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതാ ഞാൻ പറയാം, ഈ ഡ്രഗ്സിന്റെ ഏറ്റവും വലിയ ഭീകരത ഫീൽ ചെയ്യുന്ന പോലീസിനാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യാൻ നമുക്ക് പേടിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളെ സ്റ്റേഷനിൽ 2-3-4 പിള്ളേർ രാത്രി അടികൂടിയിട്ട് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നില്ല. ആ എന്തോ ഒരു ധൈര്യം, ആ കുട്ടപ്പൻ പിള്ളേന്റെ ധൈര്യത്തിലായിട്ട് നമ്മൾ പിടിക്കുവാനൊക്കെ പോകുന്നത്. എന്തായാലും പിടിച്ചവിടെ കൊണ്ടിട്ട് ഇവർ അവിടെ നിന്ന് അടികൂടിയപ്പോൾ ഒരുത്തനെ ലോക്കപ്പിലിട്ട് ഒരുത്തനെ പുറത്തിട്ട് ഒരു 4-5 മണിക്ക് കൊണ്ടിട്ട്. അപ്പോൾ ഒരു രാത്രി 10 മണിയായപ്പോൾ ഈ ലോക്കപ്പിൽ നിന്ന് ഭയങ്കര ശബ്ദം, ടക 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 ടകട്ടാന്നിങ്ങനെ അടി കേട്ടപ്പോൾ നമ്മൾ ഓടി ലോക്കപ്പ് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ഇവൻ തല കൊണ്ട് ലോക്കപ്പിന്റെ കൊളുത്തുണ്ടാവുമല്ലോ, ആ കൊളുത്തിൽ ഇങ്ങനെ അടി